നിലാക്കീറിലേക്ക് സ്വാഗതം. ഗബി മനോഹരമായി പാടിയിരുന്നു. ഏതൊരാൾക്കൂട്ടത്തെയും പാട്ടുകൊണ്ട് ശാന്തമാക്കാനുള്ള ദൈവികത അവൻ്റെ സ്വരത്തിനുണ്ടായിരുന്നു. ഭക്തിഗാനം മാത്രമേ അവൻ പാടുമായിരുന്നുള്ളൂ. ഗിറ്റാർ വായിച്ച് പള്ളിയിൽ പാടിയ വീഡിയോ ഒറ്റ രാത്രിക്കുള്ളിൽ വൈറലായി. പിറ്റേയാഴ്ച അവനെ അമ്പരപ്പിക്കുന്ന ഒരു ഓഫർ എത്തി. ലോകമെമ്പാടും ആരാധകരുള്ള ഒരു മ്യൂസിക് കമ്പനി 2 വർഷത്തിനുള്ളിൽ ഗബിയെ ലോകമറിയുന്ന ഗായകനാക്കും എന്നതായിരുന്നു വാഗ്ദാനം. പക്ഷേ അവർക്കൊരു വ്യവസ്ഥയുണ്ട്. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട പാട്ടൊന്നും ഇനിമേൽ പാടരുത് എന്നൊരു നിബന്ധന അവർക്കുണ്ടായിരുന്നു. ഗബി എടുക്കുന്ന തീരുമാനമറിയാൻ അവൻ്റെ ഗ്രാമം മുഴുവൻ കാത്തിരുന്നു. കാരണം അവനോടൊപ്പം ആ നാടും ഇനിമേൽ അറിയപ്പെടാൻ പോവുകയാണല്ലോ. ഗബി വേദപുസ്തകം തുറന്നു. ലൂക്ക 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് അവന് കിട്ടിയത്. അല്പനേരം കണ്ണടച്ചിരുന്നതിന് ശേഷം അവൻ മ്യൂസിക് കമ്പനിക്ക് മറുപടി അയച്ചു. അതിൽ ഒറ്റ വരികയേ ഉണ്ടായിരുന്നുള്ളൂ: മൈ ഗോഡ് ഈസ് ഗ്രേറ്റർ ദാൻ യുവർ ഓഫർ. നിങ്ങളെനിക്ക് നൽകിയ ഓഫറിനേക്കാളും വലുതാണ് എനിക്ക് ദൈവം. നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത് ഗബി വായിച്ച അതേ വചനഭാഗമാണ്. അതിൽ മൈ ഗോഡ് ഈസ് ഗ്രേറ്റർ ദാൻ അബൻഡൻസ്. എൻ്റെ ദൈവം സമൃദ്ധിയേക്കാളും ഉന്നതനാണ് എന്ന് പറയുന്ന അപ്പോസ്തലന്മാരെ കാണാം. സുവിശേഷ സന്ദർഭം ഇങ്ങനെയാണ്: പത്രോസും കൂട്ടരും രാവ് മുഴുവനും വല വീശി ക്ഷീണിച്ച് അവശരായിരിക്കുകയാണ്. അപ്പോഴാണ് യേശു അവിടെ എത്തിയത്. ആഴത്തിലേക്ക് വല വീശാൻ യേശു ആവശ്യപ്പെട്ടപ്പോൾ പത്രോസ് അത് അനുസരിക്കുകയും അവർക്ക് 2 വഞ്ചി നിറയുവോളം മീൻ ലഭിക്കുകയും ചെയ്തതാണ് സന്ദർഭം. അത്ര സമൃദ്ധി പത്രോസ് ജീവിതത്തിൽ കണ്ടിരിക്കാനിടയില്ല. പക്ഷേ ആ കാഴ്ചയിൽ അയാൾ മതിമറന്നില്ല. നമ്മളാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ യേശുവിനോട് പറയാനിടയുള്ള ഒരു വാക്യം ഇതായിരിക്കില്ലേ: കർത്താവേ, നാളെയും വരണേ. പക്ഷേ പത്രോസ് അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. കർത്താവേ, അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്നായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം നൽകാനിടയുള്ള നിറഞ്ഞ വലകൾ പത്രോസിനെ ഭ്രമിപ്പിച്ചില്ല. അപ്പോഴാണ് തന്നെ അനുഗമിക്കാൻ യേശു പറയുന്നതും നിറഞ്ഞ വഞ്ചിയും വലയും ഉപേക്ഷിച്ച് അവർ യേശുവിൻ്റെ പിന്നാലെ മനുഷ്യരെ പിടിക്കാൻ പുറപ്പെടുന്നതും. എന്തിനാണ് യേശു പത്രോസിനെ പോലെയുള്ളവരെ തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. വല വീശിയിട്ട് മീനൊന്നും കിട്ടാതെ വന്നപ്പോൾ പത്രോസ് വള്ളവും വലയും ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അതിനൊരു ന്യായീകരണമുണ്ടായിരുന്നു. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നിറയെ മീനുള്ള വള്ളം ഉപേക്ഷിക്കുന്നത് കാണുമ്പോഴാണ് എങ്ങനെ സാധിക്കുന്നതാവേ എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നുന്നത്. മത്സ്യം നിറഞ്ഞ വള്ളം അവരുടെ മുൻപിലെ ഒരു പ്രലോഭനമായിരുന്നു. പക്ഷേ ആ സമൃദ്ധിയുടെ ആ പ്രലോഭനത്തെ ജയിച്ചു എന്നതാണ് അവരുടെ ഒരു യോഗ്യത എന്ന് പറയാമെന്ന് തോന്നുന്നു. പരാജയവും സഹനവും പരീക്ഷണങ്ങളാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ശരിക്കു പറഞ്ഞാൽ വിശ്വാസി നേരിടുന്ന വലിയ പ്രലോഭനം സമൃദ്ധിയും വിജയവുമൊക്കെയാണ്. നല്ല ജീവിതത്തിനും സമൃദ്ധിക്കുമൊക്കെയായി നാം പ്രാർത്ഥിക്കാറുണ്ട്. അത് ലഭിക്കുമ്പോൾ നാം സന്തുഷ്ടരാവുകയും നമ്മുടേതായ ജീവിതം തുടരുകയും ചെയ്യും. കാരണം നാം ദൈവത്തെ തേടുന്നത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണല്ലോ. നമുക്ക് നിറഞ്ഞ വലകൾ വേണമെന്നേ ഉള്ളൂ. മീൻ കിട്ടാതെയാകുമ്പോൾ എവിടെ വലയിറക്കണമെന്ന് അവൻ വന്ന് പറഞ്ഞിട്ട് പോയാൽ നമ്മൾ ഹാപ്പിയായി. അനുഗ്രഹങ്ങൾ നൽകുന്നവന് പകരം അനുഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു പ്രേരണ, പ്രലോഭനം നമുക്കുണ്ട്. അവിടെയാണ് നിറഞ്ഞ വള്ളവും വലയും ഉപേക്ഷിച്ച് പത്രോസും കൂട്ടരും മഹിമയുള്ളവരായി നമ്മുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത്. യേശുവിനെ അനുഗമിക്കാൻ അവർ തങ്ങൾക്കുള്ളതൊക്കെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടായിരിക്കും? കാരണം യേശുവാണ് യഥാർത്ഥ നിധിയെന്ന് അവർ തിരിച്ചറിഞ്ഞു. കിട്ടിയതിനേക്കാളുമൊക്കെ അവനെ വിലമതിക്കാൻ അവർക്ക് കഴിഞ്ഞു. യേശുവിനെ നഷ്ടപ്പെടുത്തി എനിക്കൊന്നും വേണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് ഗബി എന്ന യുവാവ് തനിക്ക് ലഭിച്ച സ്വപ്നതുല്യമായ അവസരം വേണ്ടെന്ന് വെച്ചത്. അവൻ്റെ വിശ്വാസം അവന് അതിനേക്കാൾ വിലയിട്ടതായിരുന്നു. പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചതുപോലെ
ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ വിളി എപ്പോഴും സുഖകരമൊന്നുമല്ല. ചില സമയങ്ങളിൽ സുരക്ഷിതത്വമോ വിജയമോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ജീവിതമോ വേണ്ടെന്ന് വയ്ക്കാൻ ഇത് നമ്മോട് ആവശ്യപ്പെടും. അപ്പോസ്തലന്മാർ നിറഞ്ഞു കവിഞ്ഞ വലകളേക്കാൾ യേശുവിനെ തിരഞ്ഞെടുത്തു. നമുക്ക് ഒരു ചോദ്യം സ്വയം ചോദിക്കണം. യേശുവിലേക്ക് ശിരസുയർത്താനാവാത്ത വിധം എൻ്റെ കണ്ണുകൾ ഏതെങ്കിലും നിറഞ്ഞ വലകളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? നിറഞ്ഞ വള്ളം ഉപേക്ഷിച്ചു പോകാനുള്ള ബലം എനിക്കുണ്ടോ? ഞാൻ സമൃദ്ധിയുടെ പ്രലോഭനത്തെ അതിജീവിക്കുമോ? പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നിൽ നിന്നും എന്നെ അകറ്റുന്നതിനെയൊക്കെ തിരിച്ചറിയാനും വിട്ടുകളയാനുമുള്ള ബലം നൽകണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.